ഹലോ ഗായ്സ്, കുറേ നാൾ കഴിഞ്ഞൊരു മൂവി സജഷനൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടെംപ്ലേറ്റ് പടമൊക്കെ കണ്ട് മടുത്ത്, അല്ലെങ്കിൽ ഇനി എനിക്ക് കുറേ പടമെല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് കാണാനായിട്ടൊന്നും ഇല്ലേ എന്ന് നോക്കി നടക്കുന്നവർക്ക് ഒരു ഇന്തോനേഷ്യൻ സിനിമയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഏത് പടം കാണുമെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് ഈ പടം ഒന്ന് പരിഗണിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 2025 പുറത്തിറങ്ങിയ ദ സീജ് അറ്റ് തോൺഹൈ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഡയറക്ടർ ജോക്കോ അൻവറാണ്. അദ്ദേഹത്തിൻ്റെ പഴയ മൂവീസ് മിക്കതും ഹൊറർ മൂവീസാണ്. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ മൂവി, ഗുണ്ടല്ല എന്ന് പറയുന്നത്. അതെല്ലാവരും കേട്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ പുള്ളിയുടെ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടാണ് ഈ പടം എടുത്തിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഇനി സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2027 സിനിമയുടെ കഥ നടക്കുന്നത്. സോ ആ കാലഘട്ടത്തിൽ ഇന്തോനേഷ്യയിൽ തോൺഹൈ എന്നൊരു ജുവനൈൽ ഡിറ്റൻഷൻ സെൻറ്ററിൽ നമ്മുടെ കഥാനായകനായ എഡ്വിൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറായിട്ട് എത്തുകയാണ്. അപ്പോൾ അവിടെയുള്ള പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ പിള്ളേരാണ്. മുട്ടൻ അടി വെട്ട് കുത്തി എല്ലാ പരിപാടിയുള്ള പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഇടയ്ക്കോട്ടാണ് നമ്മുടെ നടനെത്തുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെന്ത് പുതുമയിരിക്കുന്നത്, ഇത് ഏകദേശം മാസ്റ്ററൊക്കെ പോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ അങ്ങനല്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ ചൈനീസാണ്. അതിനെന്താ ഇപ്പോൾ കുഴപ്പം? അതിനെന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥയിൽ കാണിക്കുന്നത് ഇന്തോനേഷ്യയിലുള്ള ആൾക്കാർക്ക് ചൈനക്കാരെ ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ്. സോ സ്വാഭാവികമായിട്ടും ഈ ജുവനൈൽ ജയിലിലുള്ള പിള്ളേരെല്ലാം മിക്കതും ഇന്തോനേഷ്യൻ പിള്ളേരാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പുള്ളിയെടുക്ക ദേഷ്യം ഉണ്ടാവും. അല്ലാണ്ട് തന്നെ ഇമാർ കണ്ണി കാണുന്ന ചൈനീസ് പിള്ളേരെയൊക്കെ പിടിച്ചിട്ട് വെച്ച് കീറുന്നവന്മാരാണ്. അപ്പോൾ പുള്ളി എങ്ങനെ അവിടെ സർവൈവ് ചെയ്യും? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ആൻറ്റി ചൈനീസ് കലാപം കൂടി അതിൻ്റെ കൂട്ടത്തിൽ നടക്കും. പിന്നെ അങ്ങോട്ട് കാണുന്നതാണ് പടം. സോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടൻ്റെ പാസ്റ്റ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നടൻ ഇങ്ങോട്ട് വരാനായിട്ടൊരു റീസൺ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം സ്പോയിലറായിപ്പോവും. സോ ഇനി സിനിമയുടെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ടോപ്പ് നോച്ചായിട്ടാണ് അവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ഈ പടം കാണാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ ആദ്യമത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ പടം നിങ്ങളുടെ കയ്യിലെടുക്കും. സിനിമാറ്റോഗ്രാഫിയൊക്കെ പീക്കാണ്, പീക്ക്. പിന്നെ ഇതിൽ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സാണ്. ഈ ജൂനിയർ ജയിലിലെ പിള്ളേരായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ചെറുക്കനൊക്കെ ഉണ്ട്. അവൻ്റെ പെർഫോമൻസൊക്കെ കിടിലമാണ്. അടുത്ത പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷനാണ്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ. സോ സിനിമ തുടങ്ങി വലുതായിട്ടൊന്നും വലിപ്പിക്കാതെ നേരെ കഥയിലോട്ട് തന്നെയാണ് കടക്കുന്നത്. സോ നമുക്ക് എവിടെയും ലാഗോ ഒന്നും അനുഭവപ്പെടുത്തില്ല. സോ ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന സബ് പ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഈ സബ് പ്ലോട്ട് കുറച്ചുകൂടെ ഒന്ന് കൺവീൻസ് ആയിട്ട് അവർക്ക് എടുക്കായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് ഡെപ്തായിട്ട് കാണിക്കായിരുന്നു. ഇതവർ വലുതായിട്ട് വ്യക്തമാക്കാതെ ആ സബ് പ്ലോട്ട് അങ്ങ് തീർത്ത് വിട്ടു. സോ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളായിട്ട് ഇങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും എല്ലാം അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്ത് തരണമെന്ന്. അങ്ങനെയല്ല, കുറച്ചുകൂടെ ഒന്ന് അത് ഡെപ്തായിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കൺവിൻസ് ആയേനെ. സോ നിങ്ങളിങ്ങനെ മടുത്തു ഒന്നും ചെയ്യാനായിട്ടില്ല, ടൈം പാസിന് വേണ്ടി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് സീജ് അറ്റ് തോൺഹൈ എന്ന സിനിമ.